ഹലോ എവരിവൺ, IVF ജേർണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഗർഭിണിയാകാൻ ശ്രമിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതായത് നാച്ചുറൽ മെത്തേഡ് ആണെങ്കിലും റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് റൈറ്റ് സമയത്ത് ഓവുലേഷൻ കണ്ടുപിടിക്കണം, റൈറ്റ് സമയത്ത് കോണ്ടാക്റ്റിൽ ഏർപ്പെടണം. എന്നാൽ അതുപോലെ തന്നെ IVF ആണെങ്കിൽ കൃത്യസമയത്ത് നമുക്ക് എംബ്രിയോ നിക്ഷേപിക്കണം. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് എംബ്രിയോ യൂട്രസിൽ ഇംപ്ലാന്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ മെത്തേഡ് ആണെങ്കിലും അഥവാ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിലാണെങ്കിലും ഇംപ്ലാന്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോമെട്രിയം തിക്നെസ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഗർഭധാരണം നടക്കുകയുള്ളൂ. അപ്പോൾ ഈ എൻഡോമെട്രിയം എന്താണെന്ന് നോക്കാം. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിനകത്തുള്ള മൃദുവായ ഒരു പാളിയാണ്. ഈ യൂട്രസിനകത്ത് ഈ മൃദുവായ പാളിയിൽ ഒരു മിനിമം തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭധാരണം നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഓരോ സൈക്കിളിലും എംബ്രിയോ ഉണ്ടാകും. എംബ്രിയോനെ നമുക്ക് യൂട്രസിൽ വേണ്ടിയിട്ട് പിടിച്ചു വളരാൻ ആവശ്യമായിട്ട് യൂട്രസ് ഇങ്ങനെ കട്ടിയായി വന്നുകൊണ്ടിരിക്കും. അതായത് എൻഡോമെട്രിയത്തിന് തിക്നെസ് കൂടി വരും. അതായത് ഓവുലേഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എൻഡോമെട്രിയം തിക്നെസ് നല്ല കട്ടിയായിട്ട് വരും. എന്നാൽ ആ മാസം പ്രഗ്നൻ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കെട്ടിക്കിടക്കുന്ന യൂട്രസിൽ അതായത് ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ട്. ആ ബ്ലഡ് ഫ്ലോ എല്ലാനും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. അതാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ എൻഡോമെട്രിയം തിക്നെസ് വളരെ കുറവായിരിക്കും. എന്നാൽ ഓവുലേഷൻ ടൈമിനോട് അടുക്കുമ്പോൾ അതായത് നമുക്ക് ഓവറിയിൽ അണ്ഡം പാകമായിട്ട് സ്പേമായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് മെച്യൂർഡ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ്, അതായത് ഓവുലേഷൻ ടൈമിൽ എൻഡോമെട്രിയം തിക്നെസ് കൂടി വരും. അപ്പോൾ ഓരോ സൈക്കിളിലും എൻഡോമെട്രിയം തിക്നെസ് കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇംപ്ലാന്റേഷൻ നമുക്ക് ഗർഭിണിയാകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഗർഭിണിയാകുന്നതിന് വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള എൻഡോമെട്രിയം തിക്നെസ് എന്ന് പറയുന്നത് 8 മുതൽ 12 വരെയുള്ള അളവിലാണ് എൻഡോമെട്രിയം തിക്നെസ് എന്ന് പറയാം. ഇപ്പോൾ 7 മുതൽ 8 ആണെങ്കിൽ അത് ആവറേജ് ആണെന്ന് പറയും. 7 താഴെ ഒരു 6 ആണെങ്കിൽ അതിൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസസ് കുറവായിരിക്കും. പിന്നെ 13 മുകളിലാണെങ്കിൽ നമുക്ക് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റൂട്ട് കോസ്, അതായത് തിക്കൻഡ് എൻഡോമെട്രിയം എന്ന് പറയും. അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു 8 to 12 ആണെങ്കിൽ നല്ലൊരു എൻഡോമെട്രിയമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയം തിക്നെസ്സിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളോടുകൂടി ഉണ്ട്. അതായത് നമുക്ക് IVF ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറുതെ ഒരു തിക്നെസ് മാത്രമായിരിക്കത്തില്ല അവർ മെഷർ ചെയ്യുക. അതായത് നമുക്ക് എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ ട്രൈലാമിനാർ, അതായത് എൻഡോമെട്രിയത്തിന് 3 പാളികളുണ്ട്. അങ്ങനെ 3 പാളികളും ഉണ്ടെങ്കിൽ 3 ട്രൈലാമിനർ എൻഡോമെട്രിയമാണ് എംബ്രിയോ ഇംപ്ലാന്റേഷന് വേണ്ടി ഏറ്റവും നന്നായിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ വാസ്കുലാരിറ്റി നോക്കും, അതായത് എൻഡോമെട്രിയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോയുടെ അളവ് നോക്കും. വാസ്കുലാരിറ്റി സോൺ 3 ആണെങ്കിലാണ് നല്ല എൻഡോമെട്രിയം എന്ന് പറയും. അപ്പോൾ IVF ഒക്കെ ചെയ്യാൻ സമയത്ത് നമുക്ക് സ്കാനിങ് ടൈമിൽ എൻഡോമെട്രിയം നമുക്ക് എന്തായാലും അസിസ്റ്റ് ചെയ്യും. അതായത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ എൻഡോമെട്രിയം നന്നായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. അതുപോലെ IUIയുടെ ടൈമിൽ നമുക്ക് എൻഡോമെട്രിയം തിക്നെസ് നമുക്ക് മെഷർ ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ഈ എൻഡോമെട്രിയം തിക്നെസ് 8 to 12 ആകുന്ന സമയത്താണ് നമുക്ക് നന്നായിട്ട് വരിക. ഇപ്പോൾ ഈ എൻഡോമെട്രിയം തിക്നെസ് കൂടുന്നതിന് വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല ഡയറ്റായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡായിട്ട് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക, പിന്നെ ധാരാളം ധാരാളം വെള്ളം കുടിക്കുക, സ്ട്രെസ് ഒഴിവാക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, ലൈറ്റായിട്ട് നടക്കുകയൊക്കെ ചെയ്യുക. അപ്പോഴാണ് ബ്ലഡ് ഫ്ലോ കൂടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻഡോമെട്രിയം തിക്നെസ് നന്നായിരിക്കും, വാസ്കുലാരിറ്റി നന്നായിട്ടിരിക്കും. ഇതൊക്കെയാണ് എൻഡോമെട്രിയം തിക്നെസ് കൂടാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട്, മാതളനാരങ്ങ, ഇതെല്ലാം തന്നെ നല്ലതാണ് എൻഡോമെട്രിയം തിക്നെസ് കൂടുന്നതിന് വേണ്ടി. നാച്ചുറൽ മെത്തേഡ്സ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിലേക്ക് വരുവാണെങ്കിൽ എൻഡോമെട്രിയം തിക്നെസ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഈസ്ട്രജൻ സപ്ലിമെൻറ്റ്സ് ആണ് തരാം. അത് ഡോക്ടേഴ്സ് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് സ്കാനിങ് ഒക്കെ അനുസരിച്ച് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എൻഡോമെട്രിയം തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു 13 എബോവ് ആകുമ്പോൾ തിക്കൻ്റെ എൻഡോമെട്രിയം ആയിരിക്കും. അതിൻ്റെ അണ്ടർലൈൻ കോസ് കണ്ടുപിടിക്കേണ്ടി വരും. മിക്കവാറും പോളിപ്പൊക്കെ ഉണ്ടെങ്കിലാണ് അത് എന്താ പറയുക ഇങ്ങനെ കൂടുതലായിട്ട് വരിക. പിന്നെ പല കണ്ടീഷൻസും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കും. പിന്നെ എൻഡോമെട്രിയം തിക്നെസ് ചില ആൾക്കാർക്ക് നന്നായിട്ട് ഫോളിക്കുലേഴ്സ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ എൻഡോമെട്രിയം മാത്രം തിക്കാകുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകാം, PCOS ആകാം, തൈറോയ്ഡ് ആകാം, ചിലപ്പോൾ മുൻപ് ഡിയാൻസ് ചെയ്തിട്ടുള്ളതുണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ എൻഡോമെട്രിയം തിക്കാകാതെ വരും. അപ്പോൾ ഇങ്ങനെ തിക്കാകാതെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈസ്ട്രജൻ സപ്ലിമെൻ്റ് ആണ് തരിക. പിന്നെ ഞാൻ പറഞ്ഞില്ല, നോർമലായിട്ട് തിക്കാകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആയിരിക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നട്ട്സ്,
പ്രോട്ടീൻ റിച്ച് ഡയറ്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ലൈറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടാൻ പറ്റും. അങ്ങനെ നമ്മുടെ പെൽവിക് ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നതിന് യോഗ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നോക്കിയിട്ടും എൻഡോമെട്രിയം റെഡി ആവാത്ത ആൾക്കാർക്ക് ഇതൊക്കെ കൂടി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.